ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ബിരിയാണിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് സവാള ഒരു കിലോ സവാള എടുത്തിട്ടുണ്ട്. 2 കിലോ അരിൻ്റെ ബിരിയാണിയാണ് വെക്കുന്നത്. 2 കിലോ ബീഫും വാങ്ങിച്ചു. അപ്പോൾ അതിലേക്ക് വെള്ളുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം പേസ്റ്റാക്കിയത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം വഴറ്റി കുറച്ച് വഴന്ന് വരുമ്പോൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക, ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് അടച്ച് വെച്ച് ചെറിയ തീയിലൊന്ന് വഴറ്റുക. അതിനുശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി എല്ലാം ഇട്ടിട്ട് കുക്കറിലിട്ട് ഒറ്റ വിസിൽ വരുത്തുക. എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് മസാല റെഡിയാവും. അപ്പോൾ ഞാൻ മസാല എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി 3 സ്പൂണ്, അതേപോലെ ഗരം മസാല 2 സ്പൂണ്, ചിക്കൻ മസാല 2 സ്പൂണ്, മഞ്ഞൾപ്പൊടി കുറച്ച്, ഉപ്പ് പാകത്തിന് എല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 5 വലിയ തക്കാളി എടുത്തത്. അതേപോലെ തന്നെ 1 കിലോ സവാള എടുത്തിട്ടുണ്ട്. 2 കിലോ ബീഫ് കുക്കറിൽ വേവിച്ച് വെച്ചതാണ്, ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട്. അപ്പോൾ അതിന് ബിരിയാണിക്ക് വേണ്ട ഉള്ളി വഴറ്റാൻ വേണ്ടിയിട്ട് എണ്ണ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. ഇത് ബിരിയാണിൻ്റെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാനാണ്, ഉള്ളി പൊരിച്ചതും അതേപോലെ കിസ്മിസും അണ്ടിപ്പരിപ്പും. അപ്പോൾ കുക്കറിൽ ഒരു വിസിൽ വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായി വെന്തിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ബീഫും അതേപോലെ ഉള്ളിയും എല്ലാം ഇട്ടിട്ടൊന്ന് മസാല ഒന്ന് ദമ്മാക്കുക. അപ്പോൾ അതിന് കുറച്ച് വെള്ളുള്ളി വാട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉള്ളിയിട്ട് അതൊന്ന് നല്ലോണം വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കുക്കറിൽ വേവിച്ചാൽ നല്ലോണം വെന്ത് കിട്ടും. അതിനാണ് കുക്കറിലിട്ട് വേവിച്ച് വെക്കുന്നത്. അതേപോലെ തന്നെ ഉള്ളിയും നല്ലോണം വെന്തടിഞ്ഞ് കിട്ടും. ഒറ്റൊരു വിസിൽ മതി. ബീഫ് 2 വിസിലടിച്ചതിന് ശേഷം ഒരു 1/4 മണിക്കൂർ ചെറിയ സ്ലിമ്മിലിട്ട് വെക്കുക. എന്നാൽ അടിപൊളിയായി വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ മുകളിലിടേണ്ട സവാള ഇവിടെ നല്ലോണം പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി ഇട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ആ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് അതിലേക്ക് 2 സ്പൂണ് ഗരം മസാലപ്പൊടിയും അതേപോലെ ഈ പൊരിച്ച ഉള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും മസാല. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പുതിനച്ചപ്പും എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് സമയം അടച്ച് വെക്കുക. ചോറായതിന് ശേഷം ദമ്മാക്കാം. അപ്പോൾ ഞാനിവിടെ 2 കിലോ അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 2 കിലോ അരി നമ്മൾ ഏത് പാത്രത്തിലാണോ അളക്കുന്നത് ആ പാത്രത്തിന് ഒരു പാട്ടയിൽ 2 പാട്ട വെള്ളം എന്ന കണക്കിനാണ്. നമ്മൾ 2 പാത്രത്തിൽ അളന്നിട്ടുണ്ട്. ആ ഏത് പാത്രമായാലും സാരമില്ല, അതിൽ 2 പാട്ട വെള്ളം എടുക്കുക. 2 പാട്ടയാണെങ്കിൽ 4 പാട്ട വെള്ളം. എന്നിട്ട് ആ വെള്ളം തിളപ്പിക്കാൻ വെക്കുക. ഞാനിവിടെ വറുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അല്ലാതെയും ഉണ്ടാക്കാം, നമുക്ക് വെള്ളം തിളപ്പിക്കാതെ ഉണ്ടാക്കാം. പക്ഷെ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടുന്ന അരി നമ്മൾ വറുത്ത് ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ അതിന് വേണ്ടി 2 കിലോ അരിക്ക് ഒരു 500 ഗ്രാം എണ്ണ വേണം. അപ്പോൾ ഒരു 250-300 ഗ്രാം ഓയിലും അതേപോലെ തന്നെ 200 ഗ്രാം RKG. എണ്ണ അധികം വേണ്ടാത്തവർക്ക് ഒരു 400 ഗ്രാം എണ്ണ എടുത്താലും മതി. എണ്ണ വേണോ ബിരിയാണിയിൽ നല്ല എണ്ണ വേണ്ടെങ്കിൽ മാത്രം കുറച്ച് കൂടുതൽ എടുക്കുക. അല്ല 400 ഗ്രാം എണ്ണ മതി 2 കിലോന്. RKGയും ഓയിലും കൂടെ, രണ്ടും കൂടെ. അപ്പോൾ ഓയിൽ 100 ഗ്രാം, 250 ഗ്രാം RKG, 300 ഗ്രാം ഓയിൽ അങ്ങനെയാക്കി എടുക്കാം. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ചൊരു 5-6 അല്ലി പട്ട, അതേപോലെ 5-6 അല്ലി കരിയാമ്പില, കറിവേപ്പില, അതേപോലെ ഏലക്കായ് 2-3, പിന്നെ പട്ടേൻ്റെ ഇലയില്ലേ അത്, ഇതെല്ലാം ഇട്ടിട്ട് എണ്ണ ചൂടായിലിട്ടിട്ട് നല്ലോണം അരി വറക്കുക. അരി വറുത്തതിന് ശേഷം നമ്മൾ തിളപ്പിച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുക, കുരുവെല്ലാം കളഞ്ഞിട്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ചെറിയ സിമ്മിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് വെക്കുക. അതിൻ്റെ മേലെ എന്തെങ്കിലും വെയിറ്റുള്ള സാധനം വെച്ച് കൊടുക്കുക. ഞാൻ മസാലേൻ്റെ ചെമ്പാന്ന് മേലെ വെച്ച് കൊടുത്തത്. അപ്പോൾ 15 മിനിറ്റ് എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ബിരിയാണി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ദമ്മാക്കുന്നില്ല, പെരുന്നാളായതുകൊണ്ട് അപ്പുറത്ത് 2-3 വീട്ടിൽ കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനാണ് ഞാൻ ഉണ്ടാക്കിയത്. നമുക്കുള്ളത് ഇനി നെക്സ്റ്റ് ഉണ്ടാക്കണം. ഇത്
ഒന്നുണ്ടാക്കി അവർക്ക് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അതിങ്ങനെ ചോറിട്ടതിന് ശേഷം മേലെ തന്നെ ദമ്മാക്കിയിട്ടില്ല മസാല ഇട്ടിട്ട് അതിലേക്ക് പിന്നെ ചോറിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കുള്ളത് ദമ്മാക്കി ചെയ്യും. അപ്പോൾ ഇത് ഞാൻ അപ്പുറത്തെ വീട്ടിൽ കൊടുത്തു. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ചെമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ നമുക്ക് ദമ്മിട്ട് വെക്കുക. ഇങ്ങനെ അതിൻ്റെ മേലെയാണ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കളറ് കലക്കി മഞ്ഞ കളറ് അതേപോലെ പനീറിൽ ലേശം കളറിട്ട് കലക്കി വെക്കുക. എന്നിട്ട് ഇങ്ങനെ അതിൻ്റെ മുകളിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. കളർ ഇഷ്ടമില്ലാത്തവർ ഇടണമെന്ന് മഞ്ഞൾ കലക്കിയിട്ട് കൊടുന്നാലും മതി കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ഈ പൊരിച്ച ഉള്ളി അണ്ടിപ്പരിപ്പ് കിസ്മിസ് എല്ലാം എണ്ണയിലിട്ട് വറുത്തെടുത്ത് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇത്ര സാധനം ഇട്ടിട്ടാണ് വറുത്തത്. അത് മേലെ ഇട്ട് കൊടുക്കുക. മല്ലിച്ചപ്പും കുറച്ച് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.